ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ ഡാഡി മലേഷ്യയിലല്ല എന്നും ശ്രുതി ഒരു പാവപ്പെട്ടവളാണ് എന്ന സത്യം സച്ചി എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നീ അല്ലേ പറഞ്ഞത് ഈ വീട്ടിന് ചേർന്ന ഏറ്റവും നല്ല മരുമകൾ ശ്രുതിയാണെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി? അപ്പോൾ സച്ചി പറഞ്ഞിട്ട് മലേഷ്യയിൽ നിന്ന് വന്ന മരുമകളാണെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്, ഇപ്പോൾ ഈ നാട് മൊത്തം അമ്മയെ കളിയാക്കി ചിരിക്കുകയാണെന്നൊക്കെ പറയട്ടെ സച്ചിയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ആൻറ്റി നിങ്ങളുടെ ഫേവറേറ്റ് മരുമകൾ ശ്രുതിയല്ലേ, അപ്പോൾ ഇനിയും അത് തുടർന്നു പോവോ, അതോ ഇനി ആ സ്ഥാനത്തേക്കെങ്ങാനും ഞാനോ രേവതി ഏട്ടത്തിയോ വരുമോ എന്നിങ്ങനെ വർഷ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ചമ്മ വന്ന് പറഞ്ഞിട്ട്, ചന്ദ്രേ നീ 3 മരുമക്കളെയും ഒരുപോലെ തന്നെ കാണണമായിരുന്നു, അങ്ങനെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ ഒരു അവസ്ഥ വരുമായിരുന്നോ? അപ്പോൾ രേവതി പറഞ്ഞിട്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുക അച്ചമ്മേ, ഞാൻ കൈ തൊട്ടാ കുറ്റം കാൽ തൊട്ടാ കുറ്റം, അങ്ങനെ എപ്പോഴും എന്നെ കുറ്റം പറയായിരുന്നല്ലോ അമ്മ. ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവളാ അമ്മേ, ഞാൻ ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളെ ഇത്ര കാലം പറഞ്ഞു പറ്റിച്ച ആ മരുമകളേക്കാൾ എത്രയോ നല്ലവളാണ് ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ രേവതി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക് രേവതി, സ്വത്തുക്കളെല്ലാം തന്നെ കപ്പലിൽ വരും ലോറിയിൽ വരും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇതുവരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോൾ അത് തന്നെയാണ് സച്ചിയേട്ടാ ഞാനും പറഞ്ഞത്. അല്ല അമ്മേ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കൊടുത്തിന് രേവതി അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ വർഷ വന്നിട്ട് ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞിട്ട്, ശ്രുതിയെടുത്തി നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ TV സീരിയലിലൊക്കെ കുറേ അധികം കഥകളൊക്കെ ആവശ്യമുണ്ട്, നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് നല്ലൊരു കഥ എഴുതി കൊടുക്ക്, ഞാൻ അതെൻ്റെ ഡയറക്ടർക്ക് കൊടുത്തോളാം. ഞാനിതൊരിക്കലും ഒരു തമാശയായിട്ട് പറയുന്നതൊന്നും അല്ല കേട്ടോ ഏട്ടത്തി, നിങ്ങൾ ഇവിടെ പറഞ്ഞ കള്ളക്കഥയൊക്കെ സർപ്രൈസ് ത്രില്ലറാണ്, വേണമെങ്കിൽ ഇത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാം ഈ സീരിയൽ എന്നൊക്കെ പറയാട്ടോ വർഷ. ടൈറ്റിൽ വരെ റെഡിയാണ്, മലേഷ്യ മരുമകൾ എങ്ങനെയുണ്ട് ടൈറ്റിൽ എന്നൊക്കെ ചോദിക്കും. വർഷയുടെ വാക്ക് കേട്ടുകൊണ്ടതിന് രേവതി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന സമയത്തിന് ഇവരുടെ കളിയാക്കലിലൊന്നും തന്നെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ശ്രുതിക്ക്. അപ്പോൾ വർഷ പറഞ്ഞിട്ട്, ടെൻഷൻ ആവാതെ ശ്രുതിയേട്ടത്തി, നിങ്ങളുടെ സ്റ്റോറി ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ കഥകളൊക്കെ ആദ്യം ശ്രുതിയേട്ടനെ അറിയാമെന്ന് പറഞ്ഞിരുന്നില്ലേ, പക്ഷേ അതിനൊന്നും ഒട്ടും ചാൻസ് ഇല്ലെന്നാണ് സച്ചിയേട്ടൻ പറയുന്നത്. എനിക്കും എന്തോ സച്ചിയേട്ടൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ അതിലും എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതും പുറത്തറിയും എല്ലാവരും എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരും. ശ്രുതി പറയുന്നുണ്ട്, മതി നിർത്തിക്കോ, ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു കോമഡി കഥാപാത്രമായി മാറിയല്ലേ, ഏതായാലും പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണമെന്ന് എൻ്റെ വിധിയായിരിക്കും, പക്ഷേ എൻ്റെ സിറ്റുവേഷൻ എപ്പോഴും ഇതുപോലൊന്നും ആയിരിക്കില്ല വർഷയുടെ വാക്കുകൾ അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് രേവതി ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ വർഷയെന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ വർഷ പറയുന്നത്, ഇത്രയെങ്കിലും പറയണം ഏട്ടത്തി, മലേഷ്യയിലാണ് സ്വന്തം അച്ഛൻ എന്നൊക്കെ പറഞ്ഞ പണത്തിൻ്റെ ഹുങ്ക് എത്രമാത്രമാണ് ഇവിടെ കാട്ടിക്കൂട്ടിയിരുന്നത്, ഇത്ര കാലം മലേഷ്യയുടെ പേരും പറഞ്ഞ് എത്ര സീനുണ്ടാക്കി ഇവര്. എന്നാലും ശ്രുതിയേട്ടത്തിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അവരുടെ കഥ ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇനിയും എന്തൊക്കെയോ കഥകൾ പുറത്തു വരുമെന്നാ തോന്നുന്നത്, ആ ഭയം അവരുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അവരുടെ അർത്ഥ സീക്രറ്റ് എപ്പോഴായിരിക്കും പുറത്തേക്ക് വരിക ഏട്ടത്തി എന്നൊക്കെ ചോദിക്കാട്ടോ വർഷ. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരും. ചന്ദ്ര പറയുന്നത്, എല്ലാവരും സംസാരം ഒന്ന് നിർത്ത്, ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾ മോശക്കാരിയാണെന്ന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, അതിൻ്റെ പേരിൽ ഇനി ആരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, ഇനി മുതൽ ഈ കള്ളിയോട് സുതി പോലും ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല. എടാ സുതി, നിന്നെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇവൾ കല്യാണം പോലും നടത്തിയത്, ഇനിയും ഇവൾ എന്തൊക്കെ കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ലല്ലോ, ഇനിയും ഇവളെ ഇതുപോലെ അങ്ങ് വിട്ടാലേ ഇവൾക്ക് അഹങ്കാരം അങ്ങ് കൂടിപ്പോവും, അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയാണ് ചന്ദ്ര. ഇപ്പോൾ ആ പൂ കിട്ടുന്നവൾ പോലും എന്നെ ബഹുമാനിക്കുന്നില്ല, ഇത്ര കാലം സുതി എന്നെ പറ്റിച്ചു, എന്നെ വെറും ഒരു കഴുതയായി കണ്ടു, ഇനിയും അവളെ അങ്ങ് തുറന്നു വിട്ടാലേ എനിക്ക് ഈ വീട്ടിൽ പിന്നെ ആരും ഒരു വിലയും തരാതായി പോവും. എടാ സുതി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇനി മുതൽ നീ അവളോട് ഒരു അക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല, നീ ഒരിക്കലും ഇനി അവളെ നിന്റെ ഭാര്യയായിട്ട് കാണണ്ട, എന്താ നീ അവളെ നോക്കുന്നത്, എൻ്റെ മുഖത്ത് നോക്ക്, ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നത് മാത്രം നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി ശ്രുതിയോട് അങ്ങ് ദേഷ്യപ്പെടും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി ജോലിക്ക് പോകാൻ തുടങ്ങുന്നതും കണ്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി അവിടെ നിന്നും ശ്രുതിയെ ജോലിക്ക് പോലും പോകാൻ വിട്ടില്ല. ചന്ദ്രമതി പറയുന്നത്, ഇനി മുതൽ ഇവിടെ നിന്ന് ശ്രുതി മാത്രം ജോലിക്ക് പോയാൽ മതി, ഒരിക്കലും നിന്റെ കൂടെ ശ്രുതി വരാൻ പാടില്ല. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, ഷോറൂമിലെ കാര്യങ്ങൾ ഞാനും കൂടി അറിയണ്ടേ, അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ, എല്ലാം എൻ്റെ ലാപ്ടോപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അപ്പോൾ ആൻറ്റി പെട്ടെന്ന് തന്നെ പോവാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും കമ്പനിയിലെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നത്, എടി എല്ലാം എൻ്റെ മോനും അറിയാടി, അവനും കുറേ അധികം ഡിഗ്രിയൊക്കെ പഠിച്ചതാണ്, പുറത്തുള്ള ബോർഡൊക്കെ നീ വായിച്ചില്ലേ, ഇനി മേലിൽ ഇവിടെ നിന്ന് നീ കടയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ചന്ദ്രമതി ഏതായാലും ശ്രുതിയെ വിലക്കിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നത്, ഇവരെന്തിനാ ഇങ്ങനെ ഓവറായിട്ട് ഷോ കാണിക്കുന്നത്, അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ഇവരോട് ചെയ്തത്, അവിടെ അങ്ങനെ ഒരു ഷോറൂം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഞാനാണ്,
എന്നിട്ടിപ്പോൾ എന്നോട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലെന്നോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാട്ടെ ശ്രുതി ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രുതിയുടെ അമ്മ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അമ്മ എപ്പോഴും എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ മോളെ, ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാനല്ലേ വിളിച്ചത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ മറന്നുപോയോ? ഇന്ന് എൻ്റെ പിറന്നാളാണ്. ആ കാര്യം നീ അങ്ങ് മറന്നുപോയല്ലേ? എല്ലാ വർഷവും എന്നെ ആദ്യം വിഷ് ചെയ്യാറുള്ളത് മോളായിരുന്നു. നീ അല്ലാതെ പിന്നെ എനിക്ക് ആരാ ഉള്ളത് മോനെ? ഇവൻ വെറും കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കാൻ അമ്മ. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട്, സോറി അമ്മേ, എനിക്ക് ഒരുപാടധികം ജോലി തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറന്നുപോയത്. സോറി അമ്മേ, ഹാപ്പി ബർത്ത്ഡേ അമ്മേ എന്നൊക്കെ പറയട്ടെ ശ്രുതി. ഞാൻ ഉറപ്പായിട്ടും അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം. മോനെങ്ങനെ ഇരിക്കുന്നു? അമ്മയുടെ കൂടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കും. ഇന്ന് ഏതായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയെ കൂട്ടിക്കൊണ്ടതിന് ഇന്ന് പുറത്തു പോയിട്ട് നമുക്ക് 3 പേർക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാണ്. ഫോണിൽ ശ്രുതി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സച്ചി കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയാതെ ശ്രുതി ഏതായാലും വളരെയധികം സന്തോഷത്തോടു കൂടി ആയിരിക്കും തന്റെ അമ്മയോട് സംസാരിക്കുന്നത്. ഫോൺ കട്ടാക്കിയതിന് ശേഷം ശ്രുതിക്ക് ആകെ ടെൻഷനായിരിക്കും. ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെ പിറന്നാളായിട്ട് പോലും അതുപോലും ഞാൻ ഓർത്തില്ല. അതുപോലെ എൻ്റെ മനസ്സിനെ ടെൻഷനാക്കിയത് ഇവിടുത്തെ ആൻറ്റിയാണ്. ഞാനൊരു പണക്കാരിയല്ല എന്ന പേരിലാണ് ആൻറ്റി എന്നോട് ഇത്രമാത്രം ദേഷ്യം കാണിക്കുന്നത്. സ്വന്തം മകന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു പോയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആൻറ്റി മറന്നു. എന്നിട്ടിപ്പോൾ എന്നെ വീണ്ടും വീണ്ടും ആവശ്യമില്ലാതെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ ഓർത്തു ചന്ദ്രമതി ആൻറ്റി, ഇതിനെല്ലാം ചേർത്ത് വെച്ച് ഒരൊറ്റ അടി ഞാൻ അങ്ങ് തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏതായാലും കരഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോളൂ. ഏതായാലും ചന്ദ്രമതിക്ക് പിന്നീട് ഒരു പണി കൊടുക്കാമെന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ടായിരിക്കും ശ്രുതി ഏതായാലും അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ശ്രുതി തന്റെ അമ്മയോട് ഫോണിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി കേട്ടിരുന്നല്ലോ. എന്നിട്ട് അതെല്ലാം ചിന്തിച്ചിട്ട് ആകെ അങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും സച്ചി. ഇവൾ എന്താണ് ഇങ്ങനെ എല്ലാവരോടും നുണ പറഞ്ഞു നടക്കുന്നത്? ഇത്ര കാലം അവൾക്ക് അമ്മയില്ല, അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ അവളല്ലേ അവളുടെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്? പിന്നെ ഒരു കുഞ്ഞു കൂടി ഉണ്ടല്ലോ. ഏതായാലും അമ്മയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാനും കേക്ക് മുറിക്കാനായിരിക്കും അവൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളുടെ വീട് എവിടെയായിരിക്കും? ഞങ്ങളോടൊക്കെ അപ്പോൾ അവൾ ഇത്ര കാലം പറഞ്ഞതെല്ലാം തന്നെ കള്ളമായിരിക്കോ? അവളൊരു കുട്ടിയുടെ കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇനിയൊരു പക്ഷേ അത് ശരിക്കും അവളുടെ കുട്ടി തന്നെ ആയിരിക്കോ? സുധീനെ പോലെ തന്നെ ഇവൾക്കും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അവളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ എൻ്റെ ആവശ്യമാണ്. ഏതായാലും സത്യമെല്ലാം ഇന്നത്തോടെ കണ്ടുപിടിക്കണം. അവളുടെ മുഖം മൂടി ഞാൻ അങ്ങ് അഴിച്ചു വീഴുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി ഏതായാലും ശ്രുതിയെ ഫോളോ ചെയ്തുകൊണ്ട് ശ്രുതിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. ശ്രുതി ഏതായാലും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയതായിരിക്കും. പക്ഷേ സച്ചി ശ്രുതിയെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ശ്രുതിയുടെ അമ്മയും മോനെയും കണ്ടതോടുകൂടി തന്നെ സച്ചി ആകെ ഷോക്കായി ഞെട്ടിത്തെച്ച് ഷോക്കായി നിൽക്കുന്ന അടിപൊളി സീനാണ് കാണിക്കുന്നത്. ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്നത് കിടിലൻ രംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.